ചേരയാണെങ്കിലും ചിലപ്പോൾ ചവിട്ടിയൊക്കെ അടുക്കുമല്ലോ. അപ്പൊ എന്നതുപോലെ സമസ്ത കേരള ജമീയത്തുൽ ഉലമ നമ്മളൊരു പാവപ്പെട്ട സംഘടനയാണ്. അവരെന്തും ആർക്കും പറയാ, ചാനലിലേക്കൊക്കെ എന്തും പറയാന്ന് ആരും വിചാരിക്കണ്ട. അങ്ങനെ പറഞ്ഞാൽ അതിന് ശക്തമായ പ്രതികരണം സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ടിട്ട് പ്രചരിപ്പിക്കപ്പെടുന്നതായ ദുഷ്പ്രചരണങ്ങളിൽ നമ്മളെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ സത്യമാണ്. സത്യത്തിന് എതിരാകുന്നതായ സംഗതികളുണ്ട്, അത് നമ്മൾ പ്രചരിപ്പിക്കാൻ പാടില്ല. നമ്മൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമാവുന്ന വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനത്തിന്റെ മേലിലാണ് ഈ ദീൻ ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, മറ്റുള്ള സമുദായങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപനങ്ങൾ കേട്ടില്ല, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്കുള്ള സമീപനങ്ങൾ കേട്ടില്ലേ എന്നതുപോലെ മറ്റു സമുദായങ്ങളോട് മാത്രം ആയിഷ റളിയല്ലാഹു തആല എന്ന റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണും. ഞാൻ പല പ്രാവശ്യവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ദേഷ്യം പിടിച്ചിട്ടുണ്ട്. സ്വാഭാവികമാണ്, ഭാര്യ ഭർത്താവിനോട് ദേഷ്യം പിടിക്കും. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ രീതിയിൽ ഇങ്ങോട്ട് തിരിച്ചടിക്കാറില്ലായിരുന്നു. അല്ലാഹുമ്മ ഗഫിർ ലഹാ എന്ന് പറയും, അവൾക്ക് പുറത്തു കൊടുക്കുക. അവളിൽ നിന്നിട്ട് ഈ ഒളവിനെ അല്ലാഹുമ്മ അദ്ഹിബ് ഈ ഒളവിനെ മൂപ്പത്തേൽ നിന്ന് നീക്കി കൊടുക്കുക, ആ നല്ല ബുദ്ധി കൊടുക്കുക എന്നൊക്കെയാണ് പറയുക. അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ ഒരു മുഅ്മിന് ചെയ്യേണ്ടതായ ആ ഒരു സ്വഭാവം എന്നുള്ളത്. നമ്മോട് പല നിലക്കും പ്രതികരിക്കുന്നവരുണ്ടാവും, പല നിലക്കും നമ്മളെ വിമർശിക്കുന്നവരുണ്ടാവും. അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് കൊടുക്കട്ടെ എന്നോ, അല്ലെങ്കിൽ അവർക്കൊക്കെ ഈ സത്യം പറയാനുള്ളതായ സത്യത്തിലേക്കുള്ളൊരു വഴി അല്ലാഹു തെളിയിച്ചു കൊടുക്കട്ടെ. അപ്പൊ വളരെ വിശുദ്ധമാവുന്നതായ പല തത്വങ്ങളുണ്ട്. ആ തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിശുദ്ധ ദീനിനെ സ്ഥാപിക്കപ്പെട്ടുള്ളത്. ആ സ്വഭാവ ഗുണങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടാവണം. അതിനുവേണ്ടി ആ സ്വഭാവ ഗുണങ്ങൾ നിങ്ങളിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടിയാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻഗാമികളാവുന്ന നമ്മളെ മഹാന്മാരാവുന്ന മശായിഖന്മാരും ആ നിലയ്ക്ക് ഇവിടെ പ്രവർത്തിച്ചു. മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ കൂടി ആ സ്വഭാവ ഗുണങ്ങളൊക്കെ കാണിച്ചു തന്നു. അങ്ങനല്ലേ, അവർ ജീവിച്ചു കാണിച്ചു, അവരുടെ ജീവിതത്തിൽ അത് പകർത്തി കാണിച്ചു തന്നു. അവരുടെ ജീവിതം ആണ് നമ്മുടെ യഥാർത്ഥത്തിൽ അവരുടെ ജീവിതം നമ്മൾ മാതൃകയാക്കി. കാരണം അവരുടെ ജീവിതത്തിൽ ഈ ശരീരത്തിനെതിരായിട്ട് ഒന്നും ഉണ്ടാകാറില്ല. നമ്മളൊന്നും അങ്ങനെയല്ലോ, നമ്മൾക്ക് ഉള്ളു പറയും, എന്തെങ്കിലും മറ്റുള്ളതായ പ്രയോഗങ്ങൾ നമ്മൾ ഒളിച്ചും മറിച്ചും ഒക്കെ പറയും. നമുക്കൊന്നും ഒരു വിഷയമല്ല, എന്തും പറയാം. ഇതിനുള്ള നാവിനെ സൂക്ഷിക്കണമെന്നാണ് ഒന്ന് റസൂല പറഞ്ഞത്. രണ്ട് സംഗതികളെ സൂക്ഷിക്കാൻ പറഞ്ഞത്, ഒന്ന് നാവ് സൂക്ഷിക്കണമെന്നാണ്. അപ്പൊ നാവിനെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ അത് വലിയ അപകടം ഉണ്ടാക്കി തീർക്കും. അപ്പൊ ആ നിലക്ക് നാവിനെ നിന്ന് ഉണ്ടാകുന്ന വാക്കുകൾ അത് സത്യമായ വാക്കുകളാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താവേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പൊതുപ്രവർത്തകരാണ് ഞങ്ങൾ, അല്ലെങ്കിൽ വിശുദ്ധമാകുന്നതായ ഒരു ദീനിന്റെ ആ ദീൻ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. വിശുദ്ധമാകുന്ന ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ ആളുകളാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അപ്പൊ നമ്മളെ വാക്കുകളൊക്കെ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ കൈകാര്യം, നമ്മുടെ സുഹൃത്തുക്കളോടാണെങ്കിലും നമ്മളെക്കാൾ പ്രായം കൂടിയവരോടാണെങ്കിലും പ്രായം കുറഞ്ഞവരോടാണെങ്കിലും നമ്മൾ ചെയ്യുന്നതൊക്കെ നിങ്ങളെ മറ്റുള്ളവർക്ക് മാതൃകയാക്കപ്പെടാൻ പറ്റുന്നതായ സ്വഭാവ ഗുണങ്ങളാവണം നിങ്ങളിൽ നിന്നുണ്ടാവേണ്ടത്. മുൻഗാമികളാവുന്ന നമ്മളെ മശായിഖന്മാരൊക്കെ അങ്ങനല്ലേ, അവരുടെ ജീവിതം. അപ്പൊ കണ്ണിത്ത് ഉസ്താദ് അവരുടെ ജീവിതത്തെ പരിശോധിച്ചു. മണ്ണാർക്കാട്ട് നമ്മുടെയൊക്കെ എന്റെ പൊന്ന് തങ്ങൾ ഉസ്താദ് നടത്തിയ പ്രസംഗമാണ് നിങ്ങൾ കേട്ടത്. എത്രയേറെ പക്വതയോടുകൂടി, അതിലേറെ ഈ ദീനിന്റെ ചട്ടവട്ടങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട്, ഈ ദീനിന്റെ കെട്ടുറപ്പുകളിൽ നിന്നുകൊണ്ട് എത്രമാത്രം മനോഹരമായിട്ടാണ് തങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത്, നമ്മളോട് നിർദ്ദേശങ്ങൾ നൽകുന്നത്, നമ്മളോട് ആശയവിനിമയങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ്. കൊത്തിക്കീറാൻ ഒരു വിഭാഗം തുനിഞ്ഞിറങ്ങിയിട്ട് തങ്ങൾ എന്തെങ്കിലും ഒന്ന് തങ്ങളുടെ വായിൽ നിന്ന് കിട്ടുമോ, തങ്ങളുടെ പ്രവർത്തികളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടുമോ എന്ന് ചുകഞ്ഞന്വേഷിച്ചുകൊണ്ട് തങ്ങളെ കൊത്തിക്കീറാൻ വേണ്ടി വട്ടമിട്ട് പറക്കുന്ന കഴുകക്കൂട്ടന്മാർക്കിടയിൽ നിന്നുകൊണ്ടാണ് ഇത്രയേറെ മനോഹരമായ വാക്കുകള് തങ്ങളുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. വല്ലാത്തൊരു മാതൃകയാണ് തങ്ങൾ നൽകുന്നത്. ഈ ദീനാണ് ഞാൻ പറയുന്നത് എന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഉൾക്കാഴ്ചയുള്ള വാക്കുകള്, ഒരാൾക്കും വിമർശകർക്ക് പോലും ഒരിടം നൽകാതെ ഈ
മുനമ്പിന്റെ മുകളിലേക്ക് കയറാൻ, തങ്ങളുടെ തലയിൽ കയറി നിന്ന് കൊത്തി ഭരിക്കാൻ ഒരിടം നൽകാതെയുള്ള വളരെ മഹത്തരമായ വാക്കുകൾ അല്ലേ? ഹിദായത്ത് നൽകണേ എന്ന് എന്റെ തങ്ങളുപ്പാവ പ്രാർത്ഥിക്കുകയാ, ദുആ ചെയ്യുകയാ. ഇതിനപ്പുറം എടോ മാറി നിൽക്കുന്നവരെ, വിമർശകരെ, മുനാഫിക്കുകളെ, നിങ്ങൾക്ക് പോലും ഹിദായത്ത് നൽകണേ എന്ന് എന്റെ തങ്ങള് പ്രാർത്ഥിക്കുകയാ. അതിനപ്പുറത്തേക്ക് തങ്ങൾ കടക്കുന്നില്ല. എത്ര സഹിഷ്ണുതയോട് കൂടിയുള്ള, വളരെ മാന്യത പാലിച്ചുകൊണ്ടുള്ള വാക്കുകളാ. അതോടൊപ്പം തങ്ങൾ പറഞ്ഞു വെക്കുന്ന മറ്റൊരു വാക്കുകളുണ്ട്. ബഹുമാനപ്പെട്ട സമസ്തയെ കൊത്തിക്കീറാൻ നിന്നാൽ അതിനെതിരെ പ്രതികരിക്കും, അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുമെന്ന് കൂടി തങ്ങൾ പറയുന്നുണ്ട്. തങ്ങള് ഇത്രമാത്രം വിമർശനങ്ങൾ, കടുത്ത വിമർശനങ്ങള് തങ്ങൾ സാധാരണയായിട്ട് കൊണ്ടു നടക്കാറില്ല. വളരെ അപൂർവമായ ഘട്ടങ്ങളിൽ മാത്രമാണ് തങ്ങൾ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് തന്നെ നമ്മൾ കേൾക്കാറുള്ളത്. പക്ഷേ ഇന്നലെ മലപ്പുറത്തിന്റെ മണ്ണിലും ഇത്തരത്തിൽ തങ്ങൾ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് കണ്ടു. അത് കഴിഞ്ഞ് മണ്ണാർക്കാട്ടെത്തിയപ്പോ അവിടെയും അദ്ദേഹം വിമർശനം തുടരുന്നത് നമ്മൾ കണ്ടു. കാരണം ഒരു വിഭാഗം, വളരെ കുറഞ്ഞ ആളുകൾ മറുഭാഗത്ത് മാറി നിന്നുകൊണ്ട്, അല്ലെങ്കിൽ കൂട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മുനാഫിക്കിന്റെ പണിയെടുക്കുന്നുണ്ട് എന്നുള്ളത് തങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. ആ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തങ്ങൾ അതിനെ പ്രതിരോധിക്കുമെന്ന് പറയുന്നത്. അതോടൊപ്പം അവർക്ക് ഹിദായത്ത് നൽകണേ എന്ന് പറയാണ്. എന്തേ? തങ്ങള് ഈ പറയുന്ന പറച്ചില്, നമ്മളോട് നമുക്ക് നൽകുന്ന ഉപദേശം, അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആദർശ വിശുദ്ധി ഇല്ലാത്ത ഒരാളുടെ വാക്കുകളാണെന്ന്? അത്രമാത്രം സൂക്ഷ്മത ജീവിതത്തിൽ പുലർത്താൻ കഴിയാത്ത ഒരാളുടെ വാക്കുകളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അങ്ങനെ ഒരാളായിരുന്നു സയ്യിദുൽ ഉലമാ ജിഫ്രി മുത്തുക്കോയ തങ്ങളെങ്കിൽ ഇങ്ങനെ ആവില്ലായിരുന്നു സംസാരം. മനസ്സിലായില്ലേ? ഇടപെടലുകൾ ഇത്തരത്തിലാവില്ലായിരുന്നു. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട്, ദീന് പറഞ്ഞുകൊണ്ട്, ആദർശത്തിൽ ഒരു വിശുദ്ധി, ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ മുന്നോട്ട് പോകണമെന്ന് തങ്ങൾ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം മാറി നിന്ന് വിമർശിക്കുന്നവര്, കൂട്ടത്തിൽ നിന്ന് വിമർശിക്കുന്നവര്, മുനാഫിക്കിന്റെ പണിയെടുക്കുന്ന കപടന്മാര്, ആ കപടന്മാരെ തുറന്നു കാട്ടിക്കൊണ്ട് തന്നെയാണ് ഈ സന്ദേശയാത്ര രാജകീയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലേ? ഇത് ആരുടെ പാതയാണ്? ഇത് ആരുടെ പാതയാണ്? ആരാണ് തങ്ങളെ വളർത്തിക്കൊണ്ടുവന്നത്, കൈപ്പിടിച്ചുയർത്തിയത്? മഹാനായ ശൈഖുനാ ശംസുൽ ഉലമയാണ്. ഈ കേരളത്തില് പകരം വെക്കാനില്ലാത്ത നേതാവായിരുന്നില്ലേ ശൈഖുനാ ശംസുൽ ഉലമ? ആ പേര് പറയുമ്പോ കാണാതെ പോയവരല്ലേ നമ്മളൊക്കെ, കേട്ടു മാത്രം പരിചയമുള്ളവരല്ലേ നമ്മളൊക്കെ. റയീസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ്, ഈ രണ്ട് മഹാന്മാരുടെ പേര് മാത്രം മതിയല്ലോ പ്രിയപ്പെട്ട സയ്യിദ് ജിഫ്രി തങ്ങളെ കൈപ്പിടിച്ചുയർത്തിയത്. ബാപ്പു ഹാജിയോട് ശംസുൽ ഉലമ പറഞ്ഞത് എന്തായിരുന്നു? പ്രിയപ്പെട്ട ബാപ്പു ഹാജി, ഈ തങ്ങൾ ഇതൊക്കെ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു കാലഘട്ടം വരും. അന്ന് എന്റെ തങ്ങളെ നിങ്ങളെ ഒറ്റപ്പെടുത്തരുത്, കൂടെ നിൽക്കണം. വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ശംസുൽ ഉലമയുടെ ആവശ്യമാ, വസിയത്താ. ശംസുൽ ഉലമ ബാപ്പു ഹാജിക്ക് നൽകിയ നിർദ്ദേശമാ. ബാപ്പു ഹാജി, എന്റെ തങ്ങള്, എന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ തങ്ങള് ഇതൊക്കെ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു കാലം വരും. ഏതൊക്കെ? ഈ സമസ്തയെ കൈപിടിച്ച് നടത്തുന്ന ഒരു കാലം വരും. അന്ന് ഒറ്റപ്പെടുത്തരുത്, കൂടെ നിൽക്കണമെന്ന് മഹാനായ ശംസുൽ ഉലമ അന്ന് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് പറയാ, ബാപ്പു ഹാജിയോട് നിർദ്ദേശം നൽകുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ ശംസുൽ ഉലമ ഇന്ന് എന്റെ പ്രിയപ്പെട്ട തങ്ങൾ ഉസ്താദ് ഇങ്ങനെ നടക്കുമ്പോ, ഈ ഉമ്മത്തിന്റെ കൈ പിടിച്ച് നടക്കുമ്പോ, ആ തങ്ങളുടെ കൈ പിടിക്കാൻ ശംസുൽ ഉലമ കൂടെ ഇല്ലെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ സാധിക്കുമോ? ആ ശംസുൽ ഉലമയല്ലേ ഒരു പ്രകാശമായിട്ട് ഈ തങ്ങൾക്ക് വഴികാട്ടിക്കൊണ്ടിരിക്കുന്നത്? അല്ലേ? അല്ലെന്ന് പറയാൻ ആ ശൈഖിന്റെ, ആ വന്യ ഗുരുവിന്റെ ഒരു സ്വാധീനം അതിന്റെ തങ്ങളിൽ ഇല്ലെന്ന് പറയാൻ സഹോദരങ്ങളെ നമുക്കാകുമോ? എങ്ങനെ സാധിക്കും? നമ്മൾ സ്നേഹിച്ചത് സമസ്തയെയാണ്. നമ്മൾ സ്നേഹിച്ചത് ശൈഖുനാ ശംസുൽ ഉലമയെയാണ്.
വരക്കൽ മുല്ലക്കോയ തങ്ങളെയാണ്, റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദിനെയാണ്, PMS പൂക്കോയ തങ്ങളെയാണ്, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെയാണ്, പാണക്കാട്ട് ഉമർ അലി ശിഹാബ് തങ്ങളെയാണ്, പാണക്കാട്ട് ആറ്റപ്പൂ ഹൈദർ അലി തങ്ങളെയാണ്. ആറ്റപ്പൂ അല്ല മക്കളെ, നമ്മുടെ ഈ വാർഷികം 100-ാം വാർഷികം, ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന സമസ്തയുടെ 100-നെ പ്രഖ്യാപിച്ചത് അല്ലേ? ആറ്റപ്പൂ ഇന്ന് നമ്മുടെ കൂടെയില്ല. ഈ സച്ചരിതരായ മുൻഗാമികള് അവര് വഴികാട്ടി മുന്നോട്ട് കൈപിടിച്ച് നടക്കാൻ അവർ മുന്നിൽ നടക്കുന്നില്ലെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? നമ്മുടെ നേത്രങ്ങൾ കൊണ്ട്, നമ്മുടെ ക്യാമറ കണ്ണുകൾ കൊണ്ട് അവരെയൊന്നും നമ്മൾക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും അവരുടെ വല്ലാത്തൊരു മദത്, ആ മദത് ഈ തങ്ങൾക്കില്ലെന്ന് എങ്ങനെ നമുക്ക് പറയാൻ കഴിയും? ഇത്രയും പ്രതിസന്ധികള്, വട്ടമിട്ട് പറക്കുന്ന കഴുകക്കൂട്ടങ്ങള്, ആ കഴുകക്കൂട്ടങ്ങൾ ഉള്ളിൽ കൂടി ഒരു പോറൽ പോലും ഏൽക്കാതെ ഈ ഉമ്മത്തിനെ ഇങ്ങനെ സംരക്ഷിച്ച് പിടിച്ച് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങൾ നമ്മളെ കൈപിടിച്ച് നടത്തുന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ മതമല്ലാതെ മറ്റെന്താണ്? അതാണ് പാരമ്പര്യം എന്ന് പറയുന്നത്, അതാണ് പൈതൃകം എന്ന് പറയുന്നത്, അതാണ് സച്ചരിതരുടെ പാത എന്ന് പറയുന്നത്, അതാണ് ആദർശ വിശുദ്ധി എന്ന് പറയുന്നത്. ആ പാതയിലൂടെയാണ് സമസ്ത മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ സമസ്തയെയാണ് നമ്മൾ സ്നേഹിച്ചത്, ആ തങ്ങന്മാരെയാണ് നമ്മൾ സ്നേഹിച്ചത്, ആ മശായിഖന്മാരെയാണ് നമ്മൾ സ്നേഹിച്ചത്. നമ്മൾ സ്നേഹിച്ചത് ദീനിനെയാണ്. അതാണ് മുത്ത് റസൂല് പറഞ്ഞു വെച്ചത്, ഇൻതമാമൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിച്ചത് അവരുടെ കൂടെയാണ്. ഞാൻ സ്നേഹിച്ചത് സമസ്തയാണ്, ഞാൻ സ്നേഹിച്ചത് ശൈഖുനാ ശംസുൽ ഉലമയാണ്, ഞാൻ സ്നേഹിച്ചത് റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദിനെയാണ്, ഞാൻ സ്നേഹിച്ചത് ബാഫഗീതങ്ങളെയാണ്, ഞാൻ സ്നേഹിച്ചത് വരക്കൽ മുല്ലക്കോയ തങ്ങളെയാണ്. ഇവരെ സ്നേഹിച്ചാൽ നീ ദീനിനെ സ്നേഹിച്ചു എന്നല്ലേ ഇതിന്റെ അർത്ഥം? അത് തന്നെയാണ്. ആ പാതയിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പാതയിലൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ തങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുക, നീ നിന്റെ നാവിനെ സൂക്ഷിക്കണം. നീ ഈ ദീനിനെ സ്നേഹിക്കുമ്പോ, നീ ഈ ദീനിനെ വിശ്വസിക്കുമ്പോ, നീ സമസ്തയെ വിശ്വസിക്കുമ്പോ, നീ സമസ്തയെ സ്നേഹിക്കുമ്പോ നീ നിന്റെ നാവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് തങ്ങൾ പറയാണ്, അവർക്ക് കൂടി ഹിദായത്ത് നൽകണേ എന്ന് തങ്ങൾ പ്രാർത്ഥിക്കുക. ഇതിലും വലിയ ഒരു മാതൃക ആർക്ക് കാണിക്കാൻ കഴിയും? ഇതിലും വലിയ ഒരു മാതൃക കൊത്തിക്കീറാൻ നിൽക്കുന്നവർക്ക്, കഴുകക്കൂട്ടങ്ങൾക്ക് നീ ഹിദായത്ത് നൽകണേ അല്ലാഹ് എന്ന് പറയാനുള്ള ഒരു ചങ്കുറപ്പ്, ഒരു നെഞ്ചുറപ്പ്, ആ ഒരു മാതൃക ആർക്കാണ് ചൂണ്ടിക്കാൻ കഴിയുന്നത്? സഹോദരങ്ങളെ, പലർക്കും പലരുടെയും മുൻഗാമികളെ കുറിച്ച്, അവരുടെ പിതാക്കന്മാരെ കുറിച്ച് വാ തുറന്ന് പറയാൻ കഴിയാത്ത ഒരു കാലഘട്ടം. എന്നാൽ സമസ്തയുടെ മക്കൾക്ക് എന്റെ നേതാവ് വരക്കൽ തങ്ങളാണ്, എന്റെ ശൈഖ് ശംസുൽ ഉലമയാണ്, എന്നെ കൈപിടിച്ച് നടത്തിയത് റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദാണ്. എനിക്ക് പാതകൾ വെട്ടി തുറന്നത് പാണക്കാട്ട് തങ്ങൾമാരാണ്, പാണക്കാട്ട് കുടുംബമാണ്. അതിൽ PMS പൂക്കോയ തങ്ങളുണ്ട്, അവരുടെ മക്കളായ സയ്യിദ് മുഹമ്മദ് അലി തങ്ങളുണ്ട്, ഹൈദർ അലി തങ്ങളും ഉമർ അലി തങ്ങളും ഉണ്ട് എന്ന് ഉറക്കെ പറയാൻ കഴിയുന്ന എത്ര പേരുണ്ടോ നമ്മുടെ കൂട്ടത്തില്? ഇത് തന്നെയല്ലേ ഒരു തൗഫീഖ് എന്ന് പറയുന്നത്? ഈ മഹാപ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കാൻ കഴിയുക എന്ന് പറയുന്നതിന് വലിയ തൗഫീഖ് ജീവിതത്തിൽ മറ്റെന്ത് ലഭിക്കാനാ? ഇങ്ങനെ ദീനിനെ സ്നേഹിച്ചവരെ സ്നേഹിക്കാൻ കഴിയുക, ദീനിനെ പടുത്തുയർത്തിയവരെ കൂടെ നിൽക്കാൻ കഴിയുക, ആദർശത്തിൽ വിശുദ്ധി, ആദർശത്തെ വിശുദ്ധമായി കൊണ്ടു നടന്നവരെ, ആദർശത്തിൽ വെള്ളം കലക്കാത്തവരെ കൂടെ നിൽക്കാൻ കഴിയുക എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു തൗഫീഖാ. ഇന്നിവിടെ ഇരുന്നു കൊണ്ട് നിങ്ങളോട് മുമ്പില് സമസ്തക്ക് വേണ്ടി 2 വാക്ക് പറയാൻ കഴിയുക എന്ന് പറയുന്നത് വല്ലാത്തൊരു തൗഫീഖാ. എന്റെ തങ്ങളെ മനസ്സിൽ കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു തൗഫീഖാ. എന്റെ മക്കള് സമസ്തക്കാരനാവണമെന്ന് ആഗ്രഹിക്കുക എന്നുള്ളത് വല്ലാത്തൊരു തൗഫീഖാ. ആ തൗഫീഖ് പടച്ച തമ്പുരാൻ എല്ലാവർക്കും നൽകണമെന്നില്ല. ദീനിന്റെ കൂടെ നിൽക്കാനുള്ള മനസ്സ്, സമസ്തക്കൊപ്പം നിൽക്കാനുള്ള മനസ്സ്, ആ സമസ്ത പറഞ്ഞത് ദീനാണെന്ന് വിശ്വസിക്കാനുള്ള മനസ്സ്, ആ ദീനിനെ മുറുകെ പിടിക്കാനുള്ള മനസ്സ്, ആ തൗഫീഖ് ഒന്നും എല്ലാവർക്കും കിട്ടണമെന്നില്ല. ഇത് വല്ലാത്തൊരു സൗഭാഗ്യമാ. ഈ സൗഭാഗ്യമാണ് ശൈഖുനാ ശംസുൽ ഉലമ ബാബു ഹാജിയോട് പറഞ്ഞത്, എന്റെ തങ്ങൾ ഇതൊക്കെ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു കാലഘട്ടം വരും. ആ കാലഘട്ടം എന്റെ തങ്ങളെ ഒറ്റപ്പെടുത്തരുത് ബാബു ഹാജി, ആ തങ്ങളോടൊപ്പം നിൽക്കണം ബാബു ഹാജി എന്ന് ശൈഖുനാ ശംസുൽ ഉലമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ നിൽക്കാൻ കഴിയുന്നത്, ആ ശംസുൽ ഉലമ പറഞ്ഞ ആ ആവശ്യത്തോടൊപ്പം കൂടെ നിൽക്കാൻ കഴിയുന്നത്
അതല്ലേ മക്കളെ വല്ലാത്തൊരു തൗഫീക്ക്. ഈ തൗഫീക്കിനപ്പുറം മറ്റെന്താണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്? ഈ കലുഷിതമായ കാലഘട്ടത്തില്, ദീനിനെ വിറ്റുകാശാക്കുന്ന കാലഘട്ടത്തില്, ഈ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ഈ ദീന് പറഞ്ഞ, തങ്ങള് പറഞ്ഞ, മുത്തറസൂല് പറഞ്ഞ വഴിയിലൂടെ ദീനിനെ കൊണ്ട് നടക്കാൻ ശ്രമിക്കുന്നവർക്കൊപ്പം നിൽക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെയല്ലേ തൗഫീക്ക്? അല്ലേ? ആ തൗഫീക്കാണ് നമുക്കും ആവശ്യമുള്ളത്. ഈ സൗഭാഗ്യം എല്ലാവർക്കും കിട്ടില്ല. ഈ സൗഭാഗ്യം എല്ലാവർക്കും കിട്ടില്ല. ശൈഖുന ശംസുൽ ഉലമ പറഞ്ഞ സൗഭാഗ്യം. ഏത് സൗഭാഗ്യം? എന്റെ തങ്ങളെ ഏറ്റെടുത്ത് നടത്തുമ്പോ കൂടെ നിൽക്കണേ ബാപ്പു ഹാജി എന്ന് ബാപ്പു ഹാജിയോട് ശൈഖുന ശംസുൽ ഉലമ പറഞ്ഞത്. അത് ബാപ്പു ഹാജിയോട് മാത്രമായിരുന്നോ പറഞ്ഞത്? അല്ല, നമ്മൾ ഓരോരുത്തരോടും കൂടിയല്ലേ ശൈഖുന ശംസുൽ ഉലമ പറഞ്ഞത്. ആ ശംസുൽ ഉലമ പറഞ്ഞതോടൊപ്പം നിൽക്കാൻ അതൊരു തൗഫീഖാണോ? ആ തൗഫീഖ് എല്ലാവർക്കും കിട്ടില്ല. പലരും ആ തൗഫീഖിൽ നിന്ന് വഴി പിഴച്ചു പോകുമെന്നുള്ളതാണ്. അല്ലേ? അതാണ് തങ്ങള് പറയുന്നത്. ഹിദായത്ത് നൽകണേ, ഹിദായത്ത് നൽകണേ, ഹിദായത്ത് നൽകണേ എന്ന് മാതൃകാപരമായിട്ട് നട്ടല്ലോടുകൂടി, ചങ്കുറപ്പോടുകൂടി, മനസാന്നിധ്യത്തോടുകൂടി, അതിനപ്പുറത്തേക്ക് ഒരു വാക്ക് പറയാതെ സയ്യിദുൽ ഉലമ പ്രാർത്ഥിച്ചു വെക്കുന്നുണ്ടെങ്കിൽ ഇതിലും വലിയൊരു മാതൃക നമുക്ക് എവിടെ കാണാൻ കഴിയും സഹോദരങ്ങളെ? ഇതല്ലേ മാതൃക, ഇതല്ലേ തൗഫീക്ക്. ഈ തൗഫീക്കിനൊപ്പം അടിയുറച്ചു നിൽക്കാന്, അതോടൊപ്പം സയ്യിദുൽ ഉലമയ്ക്ക് വേണ്ടി, ദീർഘായുസിന് വേണ്ടി, ആഫിയത്തിന് വേണ്ടി, ഈ സമൂഹത്തിന്റെ, ഈ സമുദായത്തിന്റെ, ഈ ഉമ്മത്തിന്റെ നേതൃസ്ഥാനത്തിന് വേണ്ടി നമ്മളെല്ലാവരും മനമുരുകി പ്രാർത്ഥിക്കണം. കാരണം ഇതൊരു വല്ലാത്തൊരു സൗഭാഗ്യ. ആ തങ്ങളുടെ കൈ പിടിച്ച് നടക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വല്ലാത്ത സൗഭാഗ്യ. ഏത് തങ്ങളാ? എന്റെ തങ്ങൾ ഏറ്റെടുത്ത് നടക്കുമ്പോ കൂടെ നിൽക്കണമെന്ന് ബാപ്പു ഹാജിയോട് ശംസുൽ ഉലമ പറഞ്ഞ തങ്ങള്, ആ തങ്ങൾ ഇതിനെ ഏറ്റെടുത്ത് നടത്തുക. ഏതിനെ? ഈ ഉമ്മത്തിനെയാണോ ഏറ്റെടുത്ത് നടത്തുന്നത്? ഈ ദീനിനെയാണ് ഏറ്റെടുത്ത് നടത്തുന്നത്. ആ ദീനിനെ ഏറ്റെടുത്ത് നടക്കുമ്പോ അതിന്റെ കൂടെ നിൽക്കാൻ, അതോടൊപ്പം ചേർന്ന് നിൽക്കാൻ സാധിക്കുക എന്ന് പറയുന്ന തൗഫീക്ക് നമുക്ക് ലഭിക്കുമ്പോ നമ്മൾ മനമുരുകി പ്രാർത്ഥിക്കണം. പടച്ചോനെ, എന്റെ ശൈഖുനക്ക്, എന്റെ സയ്യിദുൽ ഉലമക്ക്, എന്റെ ജിബ്രീ തങ്ങൾക്ക് ആഫിയത്ത് നൽകണേ, ദീർഘായുസ് നൽകണേ, ഹിമ്മത്ത് നൽകണേ എന്ന് നമ്മൾ മനമുരുകി പ്രാർത്ഥിക്കണം. അതാണ് നമ്മളുടെ കടമ, അതാണ് നമ്മുടെ ദൗത്യം. കൂടെ നിന്നാ പോരാ, അള്ളാഹിനോട് പറയണം, ഹിമ്മത്ത് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ എന്ന് നമ്മൾ അള്ളാഹിനോട് പറയണം. കാരണം തങ്ങള് മുന്നിൽ നിന്ന് പിടിച്ചു കൊണ്ട് നടക്കുന്നത് ഈ ദീനിനെയാണ് എന്നുള്ള ഉത്തമ വിശ്വാസമുള്ളവരാ നമ്മളെല്ലാവരും.